പ്രവാചകൻ പറയുന്നുണ്ട്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാനിന്റെ പ്രകാശമെടുത്ത് മാറ്റുകയാണ്. അല്ലാഹു അവനെ കൈവിടുകയോ, അല്ലാഹു അവനെ കൈവിടുകയോ, നീ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കാരം മുടക്കല്ലേ, നമസ്കാരം മുടക്കല്ലേ. നമസ്കരിക്കാത്തവന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം മനസ്സിലായോ? നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാം, പഴയതുപോലെ സന്തോഷമില്ലാത്തതിന്റെ കാരണം മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യര് അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കുകയാണ്, ദാരിദ്ര്യം കൊടുക്കുകയാണ്. നമസ്കാരമുണ്ടല്ലോ, മുടക്കല്ലേ പൊന്നുമോനെ, മുടക്കല്ലേ പൊന്നുമോര്. നമസ്കാരം മുടക്കുന്നവന് അല്ലാഹു അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയോ, ആരോഗ്യം പോകുകയാണ്, ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, ഹൃദയം കല്ലാവുകയാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആരോഗ്യ ചെറുപ്പത്തിലെ രോഗിയാ, രോഗിയാണ്, പിടിച്ചിട്ടുണ്ട്, കൈകാലുകൾ വേദനയാണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വല്ലാത്ത വേദനകളാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമടാ ചെറുപ്പക്കാരാ. മഗ്രിബ് നമസ്കാരം കളയല്ലേ, മഗ്രിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നു. മഗ്രിബ് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ മക്കൾ അവന് വാഴൂല, അവന്റെ മക്കൾ അവന് പ്രയോജനം ചെയ്യില്ല. നമസ്കാരം ഉപേക്ഷിക്കരുത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സമാധാനം എടുത്തു മാറ്റുകയോ, റാഹത്ത് നഷ്ടപ്പെടുകയോ, ടെൻഷനാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്. പഠിച്ചവരെ തിന്നാല് വയറ് നിറയുന്നില്ല, ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് മുത്തിനബി അവിടെ പറഞ്ഞു തരികയാ, മോനെ മോനെ നിനക്കൊരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ ചെറുപ്പക്കാരാ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നീ തയ്യാറാകരുത്. എന്ത് ജോലിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും പൊന്നുമോനെ സർവ്വതും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ നാട്ടുകാർ മുഴുവനും നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന ദിവസം ചിരിച്ചുകൊണ്ട് കിടക്കാമടാ പൊന്നുമോര്. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരും പൊന്നുമോര്. നമസ്കരിക്കുന്നവർക്ക് പടച്ചറപ്പ് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ മഹാനായ മുത്തുനബി പറയുകയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല മരണം കിട്ടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, സയ്യിദിന്റെ കൂലി കിട്ടുന്ന മരണം കിട്ടാൻ മൂന്നാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ? പ്രവാചകൻ പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ആരെങ്കിലും നിത്യമായിട്ട് ഓതിയാൽ, ആ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മോനെ ഖുർആൻ ഓതടാ പൊന്നൂര്. അലമാരിക്കകത്ത് വെക്കാറുള്ളതല്ല, അത് മരണ വീട്ടിലെടുത്ത് ഓതാറുള്ളത് മാത്രമല്ല, അത് എന്നും ഓതാതിരിക്കണം പൊന്നൂര്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഓതുന്ന മനുഷ്യര് ഓരോ ഹർഫിനും 10 നന്മ.